അപ്പോൾ എന്തായാലും ഈ 200 രൂപ ചേട്ടൻ സബ്സ്ക്രൈബ് ചെയ്തത് തന്നതാണ്. എനിക്കത് ഓക്കെ. ഞാൻ ആ വീഡിയോയിൽ കണ്ട കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഈ രണ്ടും ചേട്ടൻ പറഞ്ഞതുകൊണ്ട് 2 ശരി ഉത്തരമാണ്. ഒരു 200 രൂപ ഞാൻ പറഞ്ഞ ഷെയർ ചെയ്തതിൻ്റെ 200 രൂപ. മണ്ണിനെ സ്നേഹിക്കുന്ന കൃഷിക്കാരോട് എനിക്ക് പറയാനുള്ളത് ജൈവവളം പരമാവധി ഉപയോഗിക്കാം. ജൈവവളം എന്ന് ഉദ്ദേശിക്കുന്നത് ചാണാന്, പശു വളർത്തുക, ചാണാന, മൂത്രം, നമ്മുടെ വേപ്പിണ്ണാക്ക്, എല്ലുപൊടി, മറ്റേ സൂക്ഷ്മജീവികൾ. അതൊരു ജീവിയാണ്, ഏതൊരു ദോഷം വരത്തില്ല. അവർ തന്നിരിക്കുന്ന ഗിഫ്റ്റ് എന്താണെന്ന് അറിയില്ല. ഇതാണ് അവർ ഏൽപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം എന്താണെന്നുള്ളത്. നമുക്കറിയാലോ നമ്മുടെ പ്രേക്ഷകർക്ക് ഫാർമേഴ്സ് അഗ്രോ. എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനുള്ളത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ സേനാപതി പഞ്ചായത്തിലെ വട്ടപ്പാറ എന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു കർഷകൻ്റെ അടുത്താണ് ഇന്ന് ഇൻ്റർവ്യൂ എടുക്കാൻ വന്നിരിക്കുന്നത്. കാരണം ഇന്ന് അദ്ദേഹത്തിന് ടൈം കിട്ടിയത്. പശു വളർത്തലും അതോടൊപ്പം തന്നെ ഏലം കൃഷിയും ഏലക്ക സ്റ്റോറൊക്കെ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉപജീവന മാർഗം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ കൃഷി രീതി എങ്ങനെയാണെന്നൊക്കെ അറിയാനാണ്. പിന്നെ ഇന്നത്തെ ഒരു എപ്പിസോഡിന് വളരെയധികം ഒരു പ്രത്യേകതയുള്ളതാണ്. നമ്മുടെ പുതിയ സീരീസ് ആരംഭിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിനോടും പറഞ്ഞിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അതോടെ കാണാം. പിന്നെ നമുക്കറിയാവുന്ന കുറച്ച് പേരുടെ അടുത്ത് നമ്മൾ ഈ ഒരു എപ്പിസോഡുകൾ ഇനി അങ്ങോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്ത് നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് മൂലം നമ്മൾ ചലഞ്ചിങ് വീഡിയോസാണ് ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റ് വീഡിയോസും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ബിജിച്ചേട്ടൻ്റെ കൃഷി അനുഭവത്തിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ബിജിച്ചേട്ടൻ്റെ ഫാമിലാണ്. നമസ്കാരം ബിജിച്ചേട്ടാ. നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നത് ചേട്ടൻ്റെ കൃഷി അനുഭവങ്ങളൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ചേട്ടനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് ബിജു. ഞാൻ സേനാപതി പഞ്ചായത്തിലെ 6ാം വാർഡിൽ താമസിക്കുന്നു. ഓക്കെ. കൃഷിയും പശു വളർത്തലൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു. ഓക്കെ. അപ്പോൾ ചേട്ടാ, നമ്മൾ ഏതൊക്കെ ഇനം പശുക്കളെയാണ് വളർത്തുന്നത്? നമ്മൾ ഇപ്പോൾ എച്ചപ്പ് പശുക്കളാണ് കൂടുതൽ. അത് കാരണം ജേഴ്സി മോഴ പശുവാണ് നിൽക്കുന്നത്. ഇതൊക്കെ ബാക്കിയുള്ളതൊക്കെ എച്ചപ്പ് പശുക്കളാണ്. എച്ച് ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. എച്ചപ്പാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഒരു സിദ്ധിയുണ്ട്. ജേഴ്സി പശു 2 ഉണ്ടായിരുന്നു. അത് ചെന പിടിക്കേണ്ടതെന്ന് കഴിഞ്ഞപ്പോൾ വിൽക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു 3 ഇനം പശുക്കൾ വളർന്നു. ഏറ്റവും ലാഭകരവും ഏറ്റവും എന്താ പറയുക വളർത്താൻ എളുപ്പമുള്ള പശു ഏതാണ് ഈ 3 എണ്ണത്തിൽ? വളർത്താൻ എളുപ്പമുള്ളത് ജേഴ്സി ആണെങ്കിലും പാല് കൂടുതൽ കിട്ടുന്നത് എച്ചപ്പിനാണ്. ജേഴ്സിക്ക് പാലിന് വില കൂടുതൽ കിട്ടും. പക്ഷേ മിൽമേൽ ഞങ്ങൾക്ക് കൊടുക്കാനുള്ള സൗകര്യം ഞങ്ങൾക്കുള്ളൂ. മിൽമേൽ പാലിന് വേണ്ടത്ര വിലയില്ലാത്തതാണ് ഇപ്പം നേരിടുന്ന പരാജയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ്. ഓക്കെ, അതാണ് ഇപ്പോൾ മെയിനായിട്ടുള്ള 42 രൂപ 43 രൂപ കഷ്ടിയൊക്കെയാണ് പാലിന് വില കിട്ടുന്നത്. അതിപ്പോൾ അവർ മേടിച്ചിട്ട് മറിച്ച് കൊടുക്കുന്നത് 60 രൂപയ്ക്ക്. ഞങ്ങൾക്ക് വേണ്ടത്ര ഇത് വില കിട്ടുന്നില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിന് കൊടുക്കേണ്ട തീറ്റയൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ കുറച്ച് പറമ്പിലുണ്ട്. ബാക്കി തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇതാണ്. ഇപ്പോൾ തൊടുപുഴ ആ ഭാഗത്തുനിന്ന് കണ്ണാര വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പണി ഇച്ചിരി എളുപ്പമുണ്ട്. കണ്ണാര നമ്മുടെ വീട്ടിൽ വന്ന് കിട്ടും. അത് കട്ട് ചെയ്ത് അങ്ങനെ ചെയ്യൂല്ലേ? അങ്ങനെ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ നമുക്കിതിന് കാലിത്തീറ്റ അങ്ങനെ കൊടുക്കുന്ന ഏതാണ് പ്രിഫർ? കാലിത്തീറ്റ കേസാണ് കൊടുക്കുന്നത്. കേസ് കൊടുത്തോണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന പിടിക്കാൻ ഭയങ്കര പാടാണ്. 2-3-4 പശുക്കൾ ചെന പിടിക്കാതെ നിൽക്കുന്നുണ്ട്, കറന്നുകൊണ്ടേ നിൽക്കുന്നു. പശുവിന് നല്ല ക്ഷീണമാണ് കേസ് കൊടുക്കുന്നത്. ഇപ്പം പുതിയതായിട്ട് വേറെ TMR എന്ന് പറഞ്ഞൊരു സംഭവം ഇതിനകത്ത് പറഞ്ഞ് അത് കൊടുത്തിട്ട് അത് തിന്നുന്നില്ല മതി. അതെയോ? അപ്പോൾ സർക്കാരിൻ്റെ ഇത് ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് മറ്റുള്ള. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് പൊടി കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാലിത്തീറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചേട്ടൻ്റെ ഒരു കൺസെപ്റ്റിലുള്ളത് ഇതുവരെ കൊടുത്തതിൽ? ഈ കേരള ഫീഡ്സ് നമ്മുടെ വട്ടപ്പാറ ലോക്കലിൽ കിട്ടുവാണെങ്കിൽ അത് കുഴപ്പമില്ല. പാല് ശകലം കുറവാണെങ്കിൽ കൃത്യമായിട്ട് മതി കാണിക്കും. ഇതിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പാല് കൂടുതൽ കിട്ടും. കന്നാലി ഇങ്ങനെ മെലിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ചെല പിടിക്കാനും പാടാണ്. അങ്ങനെ ഒരു സൈഡ് എഫക്റ്റോടെ ഉണ്ട്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയി ഞങ്ങൾ പൊടിച്ച് കൊണ്ടുവന്ന് കൊടുത്താണ് അതിനെയൊക്കെ കുറച്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഓക്കെ. എത്ര പശുക്കളുണ്ട് നമ്മുടെ ഫാമിൽ? ഇപ്പം 10-15 തോന്നുന്നു. അങ്ങനെ കൃത്യമായിട്ടില്ല, നോക്കിയിട്ടില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചാണകമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഏലം കൃഷിയൊക്കെ ചെയ്യുന്നത്. ചാണാനും മൂത്രവും ഏലക്കൃഷിക്ക് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പുറത്തുള്ളവർക്ക് കുറച്ച് കൊടുക്കും.
ബാക്കിയുള്ളത് ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നു. ബാക്കി വേസ്റ്റ് ആക്കിയിടുന്നു, കുറെ മൂടി കളയുന്നു. ആ രീതി നമുക്കൊന്ന് കാണിച്ചാൽ കമ്പോസ്റ്റ് ആക്കുമല്ലോ. ആയിക്കോട്ടെ കാണിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പശുവിന്റെ വിൽപ്പനയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ബിസിനസ് വിൽപ്പന കച്ചവടമായിട്ടില്ല, ഇല്ല. ഞാൻ മേടിക്കാറേ ഉള്ളൂ. കൊടുക്കുന്നതൊക്കെ വളരെ വില കുറച്ചും അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പിന്നെ ഈ ഒരു ഇത്രയും 10-15 പശുക്കളുണ്ടല്ലോ, അപ്പോൾ ഇതിനെ ലാഭകരമായിട്ട് എങ്ങനെ വളർത്താമെന്നുള്ളൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ടോ? ലാഭകരമായിട്ട് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ ലാഭമാണ്. പിന്നെ ഹിന്ദിക്കാർ നമ്മുടെ പണിക്കാർ ഉള്ളതുകൊണ്ട് ഈ ഇത് പുല്ലിറക്കൽ, ചാണകം വാരിച്ചൊക്കെ അത് അങ്ങനെ പോകുന്നതുകൊണ്ട് പിന്നെ അങ്ങ് വെന്ത് പോകും. നമ്മൾ കഷ്ടപ്പെടാൻ 3:50 ആകുമ്പോൾ മേടിക്കും. രാത്രി ഒരു 10 മണി വരെ പറമ്പിലും തൊഴുത്തിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ സമയം കളയും. കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. പിള്ളേരുടെ പഠിത്തം, മറ്റു കാര്യങ്ങൾ, പണിക്കാരുടെ ഇതെല്ലാം കുഴപ്പമില്ല, എന്നാലും മെച്ചമാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഫാമൊക്കെ ഒന്ന് കാണാൻ സാധിച്ചു. ഇനി നമ്മുടെ ഏലം കൃഷിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓക്കെ. അതിനു മുമ്പ് ഞാൻ ചേട്ടനൊരു ചലഞ്ച് തരാം. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ? ആയിക്കോട്ടെ. അപ്പോൾ ആദ്യത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഞാനൊരു മലയാളി. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിൽ ഞാനൊരു മലയാളി ഒഫീഷ്യൽ പേജും കൃഷികളുടെ ചാനലെല്ലാം. ഓക്കെ. അപ്പോൾ ഈ യൂട്യൂബിൽ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 രൂപ ചേട്ടന് ഞാനിപ്പോൾ തരും. ആയിക്കോട്ടെ, ഒന്ന് കാണിച്ചു തരണം. 100 രൂപ മേടിച്ചിട്ട് പോയേക്കാം. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കും സബ്സ്ക്രൈബ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ പറഞ്ഞു. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതല്ലേ അത് കിടക്കുന്നത്. അപ്പോൾ ചേട്ടൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടോ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ ചേട്ടന് ഞാൻ ഇതിനൊരു 100 രൂപ തരും കേട്ടോ. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് കേട്ടോ. ഫേസ്ബുക്ക് ഇതല്ലേ, ഫേസ്ബുക്കും അതാ ഫോളോ ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ കൃഷി ചാനലുകൾ മൊത്തം കണ്ട് എല്ലാം ഫോളോ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഓക്കെ. അപ്പോൾ ആ ലാസ്റ്റ് വീഡിയോ, ലാസ്റ്റ് ഒരു 3 വീഡിയോ ഏതെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ? എല്ലാം ചെയ്തിട്ടുണ്ട്. ഒന്ന് കാണിച്ചു കൂട്ടുകാർക്ക്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചേട്ടനൊരു 200 രൂപ തരും കേട്ടോ. ഇതല്ലേ ഷെയർ വാളിൽ ഞാൻ മലയാളി ഒഫീഷ്യൽ. അപ്പോൾ ചേട്ടൻ്റെ ഷെയർ ചെയ്താൽ നോക്കുന്നത് നമ്മൾ ചേട്ടൻ്റെ പ്രൊഫൈൽ എടുക്കുക. ഇതുണ്ടോ, ഇപ്പോൾ ഇതുണ്ട് ബിജു UL. അപ്പോൾ ഇതിനകത്ത് പേജിനകത്ത് എൻ്റെ അതെല്ലാം ഉണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കണ്ടോ, 2 വീഡിയോ ചെയ്തിട്ടുണ്ടല്ലേ ലാസ്റ്റ് കണ്ടത്? ചെയ്തിട്ടുണ്ട്. ഓക്കെ ഞാൻ കണ്ടു. ഓക്കെ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ 200 രൂപ ചേട്ടൻ സബ്സ്ക്രൈബ് ചെയ്തത് തന്നതാട്ടോ. അപ്പോൾ ഫേസ്ബുക്ക് ചാനൽ ഫോളോ ചെയ്തതിനും അതോടൊപ്പം തന്നെ നമ്മുടെ FB യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും 200. അപ്പോൾ ഷെയർ ചെയ്തതിൻ്റെ 200 രൂപ ഞാൻ തരും. കാരണം ആ ലാസ്റ്റ് ഷെയർ ചെയ്ത 2 വീഡിയോ എന്നുള്ള 2 ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും, അതിനുള്ള ആൻസർ ചെയ്യുമ്പോൾ മാത്രമാണ് 200 രൂപ തരിക. ഓക്കെ. അതും ചേട്ടൻ പാസ്സായി കഴിഞ്ഞാൽ ചേട്ടന് 1000 രൂപയുടെ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ട് ഉള്ള ഒരു പ്രീമിയം ഓഫറും കൂടെ ചേട്ടൻ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഇൻ്റർവ്യൂ, അടുത്ത അറിവുകൾ നമുക്ക് കുറച്ച് നമുക്ക് ഏലത്തോട്ടത്തിൽ പോയി നമുക്ക് ഷെയർ ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ സന്തോഷമായി. 200 രൂപ രാവിലെ തന്നെ. അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് രാവിലെ നമ്മുടെ ഈ എപ്പിസോഡ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് രാജകുമാരിയിലെ ഫാർമേഴ്സ് അഗ്രോ ആണ്, ആ കട കേട്ടോ. ഓക്കെ. നമുക്കിനി ബാക്കി ഏലത്തിനെ പറ്റിയുള്ള എടുക്കാമല്ലോ. ഓക്കെ. അപ്പോൾ നമ്മുടെ ബീച്ചാൻ്റെ പശുഫാമാണ്. പശുഫാമിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഏലകൃഷി തോട്ടത്തിലേക്ക് പോവാം. അപ്പോൾ ഇതൊക്കെ ആവറേജ് കായുണ്ട് കേട്ടോ. അപ്പോൾ ജനുവരി 28 ഇന്ന് ഷൂട്ട് ചെയ്യുന്ന ദിവസം. കുഴപ്പമില്ല, നല്ല രീതിയിൽ. വിജേട്ടാ, ഇത് എത്രാമത്തെ കായെടുപ്പാണ് വിജേട്ടാ? ഇനി എടുക്കുന്നത് 5ാമത്തെ കായ. 5ാമത്തെയാണ്. ഈ പ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു? ആവറേജ് കായ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നല്ലേ? നല്ല ഇപ്പോൾ കിട്ടുന്ന എടുപ്പ് അധികം എടുപ്പായിട്ട് ഈ പ്രാവശ്യം കിട്ടിയത്. ഇപ്പൊ ഇനി എടുക്കാൻ പോകുന്നത് ഇത്രയും ഇതിനു മുമ്പൊന്നും കിട്ടാറില്ല. കൂടി വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഏലകൃഷി ചേട്ടൻ്റെ അനുഭവം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ബിച്ചേട്ടാ, നമ്മുടെ ഈ ഒരു ഏലം കൃഷി എത്ര വർഷമായി ചേട്ടൻ ചെയ്യാൻ തുടങ്ങിയിട്ട്?
ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഏലത്തിൽ തന്നെ വളർന്നതാണ്. ഇപ്പോൾ തന്നെ ഇത്ര ശാസ്ത്രീയമായ രീതി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായുള്ളൂ. മുമ്പ് എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അന്നേരം രാസവളം മാത്രം ഉപയോഗിച്ച് കുറേ വളം തൂളി വിടുന്നു, കുറേ മരുന്ന് കടയിൽ നിന്ന് കിട്ടുന്ന മരുന്ന് മേടിച്ച് അടിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ അതിനകത്ത് മാറ്റി ഇപ്പോൾ ഇച്ചിരി ജൈവവളത്തിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഈ ഇപ്പോൾ കായയുടെ സീസൺ നീണ്ടു പോകുന്നുണ്ട്. നേരത്തെയൊക്കെ 2 എടുപ്പ് മെയിൻ കഴിഞ്ഞാൽ പിന്നെ 3ാമത്തെ എടുപ്പ് അതിൻ്റെ പകുതി വരും, അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഞാൻ 4 എടുത്തതിനകത്ത് 3 എടുപ്പും ഒരുപോലെയാണ്. ഇനി ഏറെക്കുറെ അടുത്ത് വരും. ഇപ്പോൾ ഈ ചെടിയൊക്കെ ആണെങ്കിലും ഈ ജൈവവളത്തിൻ്റെ ഇത് ഇട്ടതിന് ശേഷമായിട്ടാണെങ്കിലും ഇപ്പോഴും പൂക്കളുണ്ട്, കായ പിടിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ കൊത്തലൊക്കെ 4 കായുണ്ട്, ഒരു പൂവുണ്ട്. ഇത്തന്നൊക്കെ കായ എടുത്താണ്, ഇത്തന്നൊക്കെ നല്ല രീതിയിൽ എടുത്താണ്. ഇപ്പോഴും 4 കായ നിൽപ്പുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ഇത് ആദ്യത്തെ ആ 3 എടുപ്പിൻ്റെ അത്രയും കിട്ടിയില്ലേ പോലും അതിനടുത്ത് കായ ഉണ്ടാവുന്നുണ്ട്. ഇതിൽ ഈ ചെടിയിൽ പൂവുണ്ട്, കായുണ്ട്. ഇന്നിപ്പോൾ ഫെബ്രുവരി ആകാറായി. അതെ, നമ്മൾ ജനുവരി 28-ലാണ്, നമ്മൾ 28-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ ജൈവവളം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വളങ്ങളെന്ന്? ജൈവവളം ഇതിനകത്ത് പശുവിൻ്റെ ചാണാനും മൂത്രമാണ് കൂടുതലും. ഇതുപോലെ ഇതുണ്ട്. ഇപ്പോൾ ഒരു കുഴി, ഈ കുഴിക്കകത്ത് ചാണാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ഉണങ്ങി കഴിഞ്ഞ് ശേഷം മൊത്തം ഇതിനകത്തോട്ട് വാരി ഇടുക. ഇനി അടുത്ത വർഷം ഇതിനകത്ത് ചാണാൻ നിറയ്ക്കും, വീണ്ടും വേനലാകുമ്പോൾ വാരി തൂളും. ഇതാണ് മെയിനായിട്ടുള്ള വളം. പിന്നെ നേരത്തെ ചാണകം ഉപയോഗിക്കില്ലായിരുന്നു. നേരത്തെ അന്നൊരു ഇവിടെ ആൾക്കാർ പറഞ്ഞ് ചാണാൻ ഉപയോഗിച്ചാൽ മൊത്തം പോകും, ഏതോ ഒരു ലോബി അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നതാണ്. ഈ ചാണാൻ ഇട്ട് കഴിഞ്ഞാൽ ഏലത്തിന് കൊള്ളില്ല എന്ന് പറഞ്ഞ കണക്ക് ഞാനൊക്കെ അങ്ങനെയാണെങ്കിൽ ഈ ഇതിനകത്ത് ഒരു ഏലം പോലും ഉണ്ടാകാത്ത രീതിയായിപ്പോൾ ചാണകം കൊണ്ടുള്ള ദോഷമാണ് ഇനി. ഇപ്പം ചാണകം തന്നെയാണ് എല്ലാ വർഷം ചാണകം കൊണ്ടുവന്ന് ഇതിനകത്തിലും ഓസിലടിച്ച് കലക്കി കളയും. അതങ്ങനെ വേറെ യാതൊരു പ്രശ്നങ്ങളില്ല, കേടില്ല. ഇപ്പോൾ ഇതൊന്നുമില്ല. ഈ പറയുന്ന രീതിയിൽ മാനം മുട്ട വളരുന്ന ഏലത്തിൻ്റെ രീതിയിലൊന്നും അല്ലെങ്കിലും ആവറേജിൽ കൂടുതൽ എല്ലാ വർഷവും നമ്മൾ വളർത്തുന്ന പശുവിൻ്റെ ചാണകം നമ്മളിട്ട് നോർമൽ വരുന്നല്ലേ? ഉണ്ടാകും. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ചാണകം കൊണ്ടു കൊടുക്കുന്നത്. ഞാനിപ്പോൾ വേറെ കുറച്ച് സ്ഥലം മേടിച്ചിടത്തൊക്കെ ഈ ചാണകം തന്നെയാണ് കൊണ്ട് ഇടുന്നത്. പിന്നെ ഇതിനെ കൊണ്ട് വേറെ വലിയ മുടക്കില്ലല്ലോ. പണ്ടത്തെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ രാസവളം അവരൊന്ന് പറയുന്നു, അത് ചെയ്യുന്നു, വീണ്ടും അതിന് വേറെ മരുന്നൊഴിക്കുന്നു, ആ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ പിന്നെ നമുക്ക് കൃഷി അറിവുകൾ കൂടുതൽ ഇങ്ങനെ ഫോണിൽ നമ്മുടെ കൈവെള്ളയിലിരിക്കുമ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ. അപ്പോൾ ജൈവവളത്തിലോട്ട് പതുക്കെ മാറുന്നതിൻ്റെ ഭാഗമായിട്ട് സീസൺ നീണ്ടു കിട്ടുന്നുണ്ട്. ജൈവവളം ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇത് ഇങ്ങനെ ഏലത്തിൻ്റെ വിളവ് വർദ്ധിച്ച്. അതിനകത്ത് ഈ സൂക്ഷ്മജീവികളെ കുറിച്ച് നമ്മുടെ ഫോണിൽ പറയുന്നത് വാമ്, സൂഡാമോണസ്. പശുവിൻ്റെ മൂത്രത്തിനകത്ത് സൂഡാമോണസ് നല്ല ശതമാനമുണ്ട്. എത്ര ശതമാനം എന്ന് പറയാൻ എനിക്കറിയില്ല. ആ സൂഡാമോണസും ചാണാനും പിന്നെ വാമ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഒരുമാതിരി ലാഭത്തിലോട്ട് പോകാൻ തുടങ്ങി. വാമിനെ കുറിച്ചുള്ള അറിവ് വളരെ കുറവായിരുന്നു. സാധാരണ കുറച്ച് അറിയാവുന്ന ആൾക്കാർ ഉപയോഗിക്കും, അവരെ വേറെ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. വാമാണ് മെയിനായിട്ട്. പിന്നെ സൂക്ഷ്മജീവികളുടെ ഇതൊക്കെ ഈ സയൻറ്റിസ്റ്റുമാരും ഈ യൂട്യൂബിലും ഒക്കെ നമുക്ക് കേട്ട് അത് പരീക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാണ് ഏലകൃഷി ശരിക്കും ലാഭത്തിൽ പോകാൻ തുടങ്ങിയത്. അപ്പോൾ നേരത്തെ രാസവളങ്ങളൊക്കെ ഉപയോഗിച്ചിരുമ്പോൾ നേരെ കീപ്പോട്ടായിരുന്നല്ലേ കൃഷി? രാസവളം ഉപയോഗിച്ചിരുന്നു കഴിഞ്ഞപ്പം 2 എടുപ്പ് ഞാൻ പറഞ്ഞില്ലേ മുമ്പ് പറഞ്ഞു, 2 എടുപ്പോടുകൂടി സീസൺ തീരുവാണ്. പിന്നെ ഒരു കൊത്തുക ഈ സമയമൊക്കെ ആകുമ്പോഴത്തേനും ഒരു കവാത്ത തീർന്നു. ഇനി അടുത്തൊരു എടുപ്പ് കൂടെ ഈ പ്രാവശ്യം എന്താണെങ്കിലും സീസൺ തീരത്തില്ല. കുറച്ചാളും കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് ഏലത്തിന് പണിയാനുള്ള പൈസ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. രാസവളത്തിന്റെ സമയത്ത് ആകുമ്പോഴത്തേനും 2-3 മാസം വെറുതെ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് ഏലം നിൽക്കുന്ന അതായിരുന്നു. ജൈവവളം തുടങ്ങിയ പിന്നെയും സൂക്ഷ്മജീവികളുടെയും ഈ സുഡാമോണസും മൈക്രോ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ പിന്നാണ് നല്ല രീതിയിലായിപ്പോയത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഏരിയയിൽ ഒരു കാലഘട്ടം ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ജനുവരി കായൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വള്ളി ചെത്തിക്കളയാന്നുള്ളൊരു അങ്ങനെ ഒരു സമ്പ്രദായം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒട്ടുമിക്കലും അടുത്തില്ല. ഇപ്പൊ അതില്ലാന്ന് പറഞ്ഞാൽ എല്ലാ 60ാമത്തെ ദിവസവും 50ാമത്തെ ദിവസവും കായ എടുക്കാനുണ്ടാവും. ഇനിയിപ്പോൾ കായ ഇല്ലാണ്ട് പോകണം മെയ് ജൂൺ മാസം ഒക്കെ ആകുമ്പോഴത്തേനും ചിലപ്പോൾ ഒരു പക്ഷേ ഇല്ലാണ്ട് പോയിരിക്കാം. അതല്ലാത്ത എല്ലാ സമയത്തും കായ ഉണ്ടാവും. പുതിയ വള്ളികൾ എപ്പോഴും അടിക്കുന്നുണ്ട്, കായ ഉണ്ടാകുന്നുണ്ട്, കായ പിടിക്കുന്നുണ്ട്. അതൊക്കെ ജൈവവളത്തിന്റെ ഗുണമാണ്. ജൈവവളവും ഈ സൂക്ഷ്മജീവികൾ
സുഡാമോണസ്, ട്രൈക്കോട്ടർമ, വാമ് ഇതിൻ്റെയൊക്കെ പ്രവർത്തനമാണ്. അതിനെക്കുറിച്ചുള്ള അറിവ് കൃഷിക്കാർക്ക് കിട്ടിയതിന് ശേഷമാണ് കൃഷിക്കാർക്ക് ലാഭത്തിൽ പോകാൻ തുടങ്ങിയത്. പിന്നെ രാസവളക്കാരുടെ ലോബിയാകുമ്പോൾ അങ്ങനെ ചാണാൻ ഉപയോഗിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്, ഏലം നശിച്ചു പോകും, അത് ഉപയോഗിക്കുന്നത് എന്തോ അതിനകത്ത് ഒരു വലിയ ലോബി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കന്നാലികളത്തുകാരുടെ ചാണാൻ പോലും മേടിക്കരുത് ഇപ്പോൾ അങ്ങനെ പറഞ്ഞ് എന്തൊക്കെയോ. ഇപ്പോൾ ചേട്ടൻ ഉപയോഗിച്ചിട്ട് ഒരു കുഴപ്പമില്ല, യാതൊരു പ്രശ്നമില്ല. ഇനി ഇത് അപ്പുറം ഒരു പറമ്പുണ്ട്, അതിനകത്ത് ചെറിയ ചെറിയ കുഴികൾ നിറച്ചും ചാണാൻ എല്ലാ വർഷവും ഇടുന്നു. അതിനകത്തൊക്കെ തട്ടയ്ക്ക് വലിപ്പം കൂടുതലുണ്ട്, ഇത്രയും കായിലെ പോലും നല്ല രീതിയിലാണ് നിൽക്കുന്നത്. അത് വേണേൽ നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് നടന്ന് കണ്ടാലോ? ആയിക്കോട്ടെ. ചേട്ടാ, നമ്മുടെ ഈ കീടനിയന്ത്രണത്തിന് ചേട്ടന് എന്ത് മാർഗമാണ് അവലംബിക്കുന്നത്? ഇപ്പം എല്ലാ 30 ദിവസം കൂടുമ്പോഴും നമ്മൾ മരുന്നടിക്കും. 2 മരുന്നടി കഴിയുമ്പോൾ ഒരു ഫംഗസൈഡ് കൊടുക്കും. അതല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ മുതൽ മുടക്കുള്ള ഇതൊന്നും ചെയ്യാറില്ല. ഈ സുഡാമോണസ് ഒരു വർഷത്തിൽ ഒരു 2-3 പ്രാവശ്യം കൊടുക്കാറുണ്ട്. നല്ല കുളിപ്പിച്ചടിക്കും, ചോട്ടിലൊന്ന് പിടിച്ചു കൊടുക്കും, അങ്ങനെയൊക്കെ പോകുന്നു. ഇതുപോലെ തന്നെ കുമ്മായ പ്രയോഗങ്ങളൊക്കെ നല്ലതായിട്ട് കുമ്മായം ചെയ്യാറുണ്ട്. കുമ്മായം അടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈയിടെയായിട്ട് ചില ചെടികൾക്ക് അഴുകല് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുമ്മായം, മഗ്നീഷ്യം, സൾഫർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പഴയതിനെ അപേക്ഷിച്ച് ഇപ്പൊ അഴുകല് രോഗം എങ്ങനെയുണ്ട് ഇപ്പൊ ഈ വർഷം? ഇപ്പം മഴക്കാലത്തില്ലായിരുന്നു. ഇപ്പൊ ഈ ഒരേ അഴുകൽ ഈ ഒരു മാസം മുമ്പ് മുതൽ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ചെടിയിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ മഞ്ഞിറങ്ങുന്ന കാലാവസ്ഥ ആയതുകൊണ്ടാണോ ഈ പ്രാവശ്യം തണുപ്പ് കൂടുതലിന്റെ ആണോ എന്തൊക്കെയോ? രാവിലെ ഒന്നും എണീക്കാൻ പോലും പറ്റുന്നില്ല, തണുപ്പില്ലായിരുന്നു. ഇന്നിച്ച് തണുപ്പ് കുറവുണ്ട്. ഓക്കെ, 28 26 ഇനി കുറഞ്ഞു നോക്കുള്ളൂ. 2 ദിവസം മുമ്പ് ഭയങ്കര തണുപ്പായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കീടനിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ നമ്മൾ നാനോയോ അങ്ങനെ എന്താണ് ഉപയോഗിക്കാറുണ്ട്? ഓക്കെ, നാനോ മരുന്ന് ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ഈ പുതിയ രീതിയിലുള്ള മരുന്നുകൾ ഒത്തിരി വില കൂടി ഉണ്ട്. എന്നാലും നമ്മൾ അതിനെപ്പറ്റി ഒന്ന് പഠിച്ചൊക്കെയാണ് ചെയ്യാറില്ലേ? ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് പോയല്ലോ. ചേട്ടൻ നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ചേട്ടന് എത്രത്തോളം ഉപകാരമായെന്ന് പ്രയോജനപ്പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി 2 സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ വീഡിയോയിൽ നിന്ന് മാത്രം. അറിവുകൾ വേറെ പുറത്തുനിന്ന് കിട്ടുമായിരിക്കും, പക്ഷെ എനിക്കറിയേണ്ടത് അപ്പോൾ ആ വീഡിയോയിൽ നിന്നുള്ള ഒരു 2 സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ആ വീഡിയോ കണ്ടോന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്, ഫുള്ള് ഉപകാരപ്പെട്ടോന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്, പുറത്തുനിന്നുള്ള ആൻസർ അല്ല, അതിൽ നിന്ന് മാത്രം. ഓക്കെ, ഒന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു റൈനോ സിസ്റ്റം പരിചയപ്പെട്ടു, നമ്മുടെ സ്പ്രിംഗ്ലറിന്റെ ഒരു രീതിയിൽ കണ്ടായിരുന്നല്ലോ. ശരി, കുറച്ച് വെള്ളം മതി. അത് തന്നെ. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ റൈനോസ് ആണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ നമ്മുടെ അത് ഏത് കമ്പനിയാണ്? നമ്മൾ സുജയ് ഇറിഗേഷൻ, അപ്പം അവരാണ് നമുക്ക് ആ ഒരു ഇത് ചെയ്തു തരുന്നത്. അപ്പോൾ ആ ഒരു കർഷകൻ അത് പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു അതിൻ്റെ ആ ഒരു സൈസ് എത്രയാന്ന്, ആ ഓസിൻ്റെ അത് എത്രയാന്ന് അറിയാവോ? പറയാമോ? അത് ഇറക്കത്തിലോട്ട് ഇടുവാണെങ്കിൽ 400 മൈക്രോൺ, 400 അല്ലെങ്കിൽ അതിനടുത്ത് ആണെന്ന് തോന്നുന്നു. പിന്നെ നല്ല നിരപ്പ, പുള്ളിക്കാരൻ്റെ അദ്ദേഹത്തിന്റെ ഭൂമി നല്ല നിരപ്പാന്ന് പറയാം. പുള്ളി 300ന്റെ ഇട്ടേക്കണെന്നാ പറഞ്ഞ പോലെ 300, 350 ഈ ഉറപ്പിച്ചു പറ ഏതാന്ന്. 350 ആണ്. ഞാൻ എല്ലാ വീഡിയോ കാണുന്നുണ്ട്. എനിക്ക് 350 ഇറക്കത്തിൽ കിട്ടുന്നത് 400. ഉറപ്പാണോ? ഉറപ്പാണ്. മാറ്റമൊന്നുമില്ല. ശരി ഉത്തരവാണോ? ശരി ഉത്തരവാണെന്ന് ഞാൻ കണ്ടിട്ട് ഇപ്പൊ എല്ലാ വീഡിയോ ഇങ്ങനെ പുറകെ കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ചിലപ്പോ തെറ്റാൻ സാധ്യത കുറവാണ്. ഉറപ്പാണ്. ഉറപ്പിക്കട്ടെ? ഉറപ്പിച്ചോ. ഇറക്കത്തോട്ട് ആ ചേട്ടൻ പറഞ്ഞത് ഇറക്കത്തോട്ടിട്ട് 400 മൈക്രോണും ഇറക്കത്തോട്ടിട്ട് 400 നിരപ്പ് വരുമ്പോ 350. ഉറപ്പാണല്ലോ? 300ന്റെ കണക്കില്ല, 350 400. ഓക്കെ, ചേട്ടൻ എന്തായാലും ഫസ്റ്റ് എപ്പിസോഡാണ്, ഇത്രയും പറഞ്ഞു കണ്ടെന്ന് ഉറപ്പുണ്ട്. എന്തായാലും ശരി ഉത്തരവാണ്. അപ്പോൾ ഓക്കെ അല്ലേ? ഇനി ശരി ഉത്തരവാണ്. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോ ചേട്ടൻ ഷെയർ ചെയ്തത് കൃഷ്ണൻചാന്റെ വീഡിയോ ആണ്, പാവൽ കൃഷി. അപ്പോൾ അദ്ദേഹം, രണ്ടാമത്തെ ചോദ്യമാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജൈവ കൃഷിയിൽ ഉപയോഗിച്ചിരിക്കുന്ന കീടനിയന്ത്രണ മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ തൂണേക്കടെ ഇത് വേപ്പണ തൂത്ത്
സാധാരണ ഉപയോഗിക്കുന്ന അതിന്റെ പന്തൽക്കാലൊക്കെ വേപ്പെണ്ണ വേപ്പെണ്ണ അങ്ങനെ തേച്ചേക്കുന്നു ഈ ഒരു മഞ്ഞ പ്ലാസ്റ്റിക് മഞ്ഞ പ്ലാസ്റ്റിക് ഇത് തൂണക്കടയില്ല അത് സാധാരണ നേരത്തെ ഈ തോട്ടങ്ങളിൽ കൂടെ ഒക്കെ ഞങ്ങൾ ചെയ്ത പിന്നെ 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 പൂവ് ബന്ദിപ്പൂക്കള് അതിന് ചുറ്റും നടുക്കോടെ ഒക്കെ അകലത്തിൽ പച്ചക്കറികൾ ബന്ദിപ്പൂ. ഓക്കെ, രണ്ടും ആൻസറും കറക്റ്റ് ആണ്. ബന്ദിപ്പൂ അതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന എനിക്കത് ഓക്കെ, ഞാൻ ആ വീഡിയോയിൽ കണ്ട കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഈ രണ്ടും ചേട്ടൻ പറഞ്ഞതുകൊണ്ട് രണ്ട് ശരി ഉത്തരമാണ്. ഒരു 200 രൂപ ഞാൻ പറഞ്ഞ ഷെയർ ചെയ്തതിൻ്റെ 200 രൂപ. ഓക്കെ, ഇനിയൊരു മൂന്നാമത്തെ ചോദ്യമുണ്ട്. അതിലാണ് ചേട്ടന് ഏറ്റവും പ്രധാനമായിട്ടും ചേട്ടന് കിട്ടാൻ പോകുന്ന ഏറ്റവും ഹയസ്റ്റ് പ്രൈസിനുള്ള ഒരു എമൗണ്ട്. അപ്പോൾ ആ മൂന്നാമത്തെ ചോദ്യം നമുക്ക് കുറച്ചുകൂടെ നടന്ന് കൃഷിയിലെ അനുഭവങ്ങൾ എടുത്തിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ അപ്പോൾ നമുക്ക് ടോട്ടലി 400 രൂപ ഏൺ ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഇത് നമ്മുടെ ബിച്ചാൻ്റെ അടുത്തൊരു സെക്ഷനാണ് പറമ്പാട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ അദ്ദേഹം പറഞ്ഞ് ചാണകം ഇതുണ്ടോ, പല കുഴികളുണ്ടോ മൂടിയിട്ടേക്കുന്നത്, ഇതുപോലെ കുഴി കുത്തി മൂടിയിട്ടേക്കാണ് ചാണകം. അങ്ങനെ ഇതുണ്ടോ ഓരോ ചെടിക്കടക്കും അവിടെ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം കൂടെ അദ്ദേഹം നമ്മൾ ഷെയർ ചെയ്തു. ഇത് ഇങ്ങനെ എക്സ്ട്രാ വരുന്ന ചാണകമാണോ ചേട്ടാ ഇങ്ങനെ ഇടുന്നത്? അല്ല, ഇതിന് വേണ്ടിയിട്ട് അവിടെ താഴെ സ്ലറി ഉണങ്ങിയത് അവിടെ മിച്ചം മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ പിന്നെ ഈ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് ചാണകം കൂട്ടും. അത് ഇനി ഇതിനകത്തൊക്കെ ഇടാനുള്ളതാണ്. ഇന്ത്യക്കാരെ കൊണ്ടുപോയി താഴെ കൊണ്ടുവന്നിട്ട് പോയി അത് നമുക്ക് കാണാം. അപ്പോൾ കാരണം ഞാൻ രാസവളങ്ങളും അങ്ങനെ ഫോളിയാറ് അതിനെപ്പറ്റിയൊക്കെ ഉള്ള കൂട്ടുകളൊക്കെ പ്രതീക്ഷിച്ചാണ് ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ചേട്ടൻ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഇതുണ്ടോ, ഇതുണ്ട്, ഇതെല്ലാം ചാണകമാണ്. ഇങ്ങനെ ഓരോ കൊട്ടയുണ്ടോ ഇതിനകത്ത്? ഓരോ കൊട്ട കൂടുതൽ വരും അല്ലേ? ഇത് ഇനി അടുത്ത വർഷമാകുമ്പം വേറെ എവിടെയെങ്കിലും ആയിരിക്കും കുഴി കുത്തുന്നത്. ഹിന്ദിക്കാരോട് പറയുന്ന സ്ഥലത്ത് അവർ എടുക്കില്ല കുഴി, അവർക്ക് തോന്നുന്നത്. എന്നാലും ഇതുണ്ട്, ഇതിപ്പോൾ എല്ലാ കുഴികളിലും ചാണാനായിട്ടുണ്ട്. ഈ ചെടിക്കൊക്കെ എന്താ കുഴപ്പമുള്ള ചാണാനിട്ടുണ്ട്? ഒരു കുഴപ്പമില്ല. ഇതൊക്കെ നല്ല ഹൈറ്റുണ്ട്. ഇതൊക്കെ നല്ല കാണിക്ക് ചെടികളാണ്. നല്ലപോലെ ഇത് മൊത്തം ചാണകം മാത്രമാണ്. രാസവളം പേരിന് ഉള്ളൂ. ഇങ്ങനെ ഉണക്ക് കഴിഞ്ഞ പ്രാവശ്യം രാസവളം ഇട്ട് കഴിഞ്ഞപ്പോൾ നെറ്റ് കിട്ടുക. ഈ പ്രാവശ്യം നെറ്റ് കെട്ടുന്നില്ല. അത് ഇത്രയും കുഴികുടിക്കടെ ഇട്ടിട്ടുണ്ട്. ഉണങ്ങില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഈ ചാണകം ചെല്ലുമ്പോൾ തന്നെ ഈ വെള്ളം വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി മണ്ണിന് കൂടും. അത്രയും ചാണകം ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഓക്കെ. ഈ ചെടിക്കൊക്കെ എന്താ കുഴപ്പമുള്ള? ഇത് ഈ ചെടിക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഒരു ഏതോ കമ്പനിക്കാർ വന്ന് ചാണാനിട്ടല്ലോ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറയണം. അല്ലാണ്ട് താഴോട്ട് കാണാം. നല്ല കരുത്തുള്ള ശരവും ഇത് കണ്ടോ, എല്ലാം നല്ല ഇതുണ്ട്. പുതിയ അടിച്ച വള്ളി കണ്ടോ, നല്ല നീളമുണ്ട്. യാതൊരുവിധ ഹോർമോൺസ് അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല? ഒന്നും കൊടുത്തിട്ടില്ല. ആകെ മരുന്ന് മാത്രമേ ഉള്ളൂ. മരുന്ന് ചാണകത്തിന് മൂത്രം അവിടെ നിന്ന് പമ്പ് വെച്ച് ഇങ്ങോട്ട് അടിക്കും. ഇതൊക്കെ നല്ല നിറച്ചും കുഴി നിറച്ചും ഹിന്ദിക്കാർ മണ്ണ് ചുവട്ടിലിട്ട് കൊടുത്താണ്. അപ്പോൾ ഈ ഒരു തോട്ടത്തിൽ വന്നപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റേ മാറി. കാരണം സാറിന് ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാറുള്ളത് നല്ല കായുള്ളതും നല്ല ശരത്തിന് നീളമുള്ള തോട്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതുണ്ട്, ഇവിടെ പുതിയതായിട്ട് അടിച്ചു വരുന്നത് പഴയ ശരം. ചേട്ടൻ ഇപ്പോഴല്ലേ വാമും അങ്ങനെയുള്ളതെല്ലാം ഉപയോഗിച്ച് തുടങ്ങി? കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നത്. അതിനുശേഷം വന്നതാണ്. ഇതുണ്ടോ അവിടെ കാണുന്ന പോലെ വള്ളിക്ക് നീളമൊക്കെ വരുന്നുണ്ടോ? ഇതെല്ലാം നല്ല കൊത്തടുപ്പമുള്ള നല്ല ഇതാണ്. ഇപ്പൊ തന്നെ എത്ര കൊത്ത് വന്നിട്ടുണ്ടെന്ന് നോക്കി. വിരിഞ്ഞു തീർന്നിട്ടില്ല. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 ഇപ്പൊ തന്നെ ഉണ്ട്. ഇനി നീളാൻ പോകുന്ന എത്ര ഉണ്ടെന്ന് അറിയാം. അപ്പൊ പഴയ ശരം കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ പഴയ രീതിയിൽ ചെയ്തിരുന്നല്ലേ. പഴയ പഴയ നീളമില്ല. അവര് പറയുന്നതൊക്കെ ഇത് എല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട്. ഇത് നല്ല ഇതൊക്കെ നല്ല വണ്ടിയാണ്, നല്ല കാ പിടിച്ചിട്ടുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഉള്ള മാറ്റം വാം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഫോസ്ഫറസിന്റെ അബ്സോർപ്ഷൻ ഭയങ്കരമായിട്ട് കൂടും. അതാണ് അതിന്റെ ഒരു കാര്യം. വാം എന്താണെങ്കിലും വാം, സുഡാമോണസ്, ട്രൈക്കോട്ടർമ അങ്ങനെയുള്ള സൂക്ഷ്മജീവികൾ ഭയങ്കരമായിട്ട്
മാറ്റം വരും. ഇപ്പൊ ഈ പുതിയ അറിവാണ് ഇത്രയും ചേഞ്ച് വരുത്തിയല്ലേ? പുതിയ അറിവാണ്. അപ്പൊ അടുത്ത വർഷം ഞാൻ ചേട്ടന് ഇതുപോലെ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ നല്ല ഈൽഡ് ഈ തോട്ടത്തിലുണ്ടാവുമായിരിക്കും. പിന്നെ ഒന്ന് പ്രതീക്ഷയാണ് നമ്മളെല്ലാം ചെയ്തേക്കണേ എല്ലാം. കാരണം ചെടി കാണുമ്പോൾ തന്നെ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചേട്ടൻ ഇനി എനിക്ക് ചോദിക്കാനുള്ള നമ്മുടെ വീഡിയോനെ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ കർഷകർക്ക് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട ചേട്ടൻ്റെ കൃഷി അറിവിൽ നിന്നുള്ള ഒരു ഉപദേശം എന്താണ്? എനിക്ക് മണ്ണിനെ സ്നേഹിക്കുന്ന കൃഷിക്കാരോട് എനിക്ക് പറയാനുള്ളത് ജൈവവളം പരമാവധി ഉപയോഗിക്കുക. ജൈവവളം എന്ന് ഉദ്ദേശിക്കുന്നത് ചാണാന്, പശു വളർത്തുക, ചാണാന, മൂത്രം, നമ്മുടെ വേപ്പിണ്ണാക്ക്, എല്ലുപൊടി, മറ്റേ സൂക്ഷ്മജീവികൾ. അതൊരു ജീവിയാണ്, ഏതൊരു ദോഷം വരത്തില്ല. ആ ജീവികൾ അവർ പറഞ്ഞ ഈ ആദ്യം പറഞ്ഞ കണക്കുള്ള ഇത് മണ്ണിൽ ചേർക്കുക, നന്നായിട്ട് വിടുക. എല്ലാ വർഷവും ആവറേജ് താഴെ വരില്ല, എപ്പോഴും പ്രൊഡക്ഷൻ കൂടുന്നേ കൂടുള്ളൂ. ഓക്കെ, അന്ന് വെച്ചാൽ ഒരു വർഷം ഭയങ്കരമായിട്ട് കുറച്ച് കാച്ചിട്ട് പിറ്റേ വർഷം മാഞ്ഞു പോകുന്ന ആ രീതിയും വരില്ല. എല്ലാ വർഷം ആവറേജ് മുകളിൽ കായ് കിട്ടിക്കൊണ്ടിരിക്കും. കാരണം ഈ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്, ചെലവും കുറവുണ്ട്. ഈ കോൺഫിഡൻസ് വന്നത് ഈ ഒരു സൂക്ഷ്മജീവികളുടെ അതന്നെ ഈ ഒരു വേനൽക്കാലം ആയപ്പോൾ ഇതുപോലെ കായ ഇങ്ങനെ ഉണ്ടായി വരുന്നതുകൊണ്ടല്ലേ? ഈ ഒരു എടുപ്പൊക്കെ കായ കൂടുതൽ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ഈ സൂക്ഷ്മജീവി ആദ്യമായിട്ടാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് കിട്ടുന്നത്. ഇപ്പൊ 3 എടുപ്പ് ഒരുപോലെ കിട്ടുന്നത്, 4 എടുപ്പ് ഒരുപോലെ കിട്ടുന്നത് 4 എടുത്തു. ഈ 5ാമത്തെ അത്രയൊന്നും വരില്ല, ഇനി ഇച്ചിരി കുറഞ്ഞോണ്ടിരിക്കും, പ്രൊഡക്ഷൻ നിൽക്കത്തില്ല. എന്നാലും നമുക്ക് നല്ല രീതിയിൽ പോകുന്നത് ഈ ആദ്യമായിട്ടുള്ള സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് ചേട്ടന് എനിക്കൊരു ഗിഫ്റ്റ് തരണമെന്നുണ്ട്. ശരി ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 3ാമത്തെ ക്വസ്റ്റ്യനാണ് ഷെയർ ചെയ്തതിന് ശേഷം. 2 ക്വസ്റ്റ്യൻ്റെ എളുപ്പമുള്ള നമ്മുടെ വീഡിയോ കണ്ടെന്നൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രമേ ഉള്ളൂ. കാരണം അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാം. അതിനിപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ആശയം നിങ്ങൾക്ക് ഉൾക്കൊണ്ടോ അല്ലെങ്കിൽ അറിവ് കിട്ടിയെന്ന് അറിയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. കാരണം നമുക്കിത് ഈ ഒരു എപ്പിസോഡ് കംപ്ലീറ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫാർമേഴ്സ് അഗ്രോ രാജകുമാരി അവരാണ്. അപ്പോൾ അവരാണ് നമുക്ക് ചേട്ടനുള്ള ആ പ്രൈസും എല്ലാം തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രത്തോളം ഉപകാരപ്പെട്ടു എന്ന് എനിക്കൊന്ന് അറിയണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ 2 വീഡിയോ, ലാസ്റ്റത്തെ വീഡിയോ റിവ്യൂ വീഡിയോ ആയിരുന്നു, അതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനില്ല. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത് ലാസ്റ്റ് 3 വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത്, അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അപ്പോൾ 2 ചോദിച്ചു. ഇനി ചോദിക്കാനുള്ളത് നമ്മുടെ കൃഷ്ണൻ ചേട്ടൻ്റെ, നമ്മുടെ കണ്ടമംഗലം കൃഷ്ണൻ ചേട്ടൻ്റെ പാവൽ കൃഷി, അങ്ങനെയുള്ള ആ ജൈവ കൃഷി ഉണ്ടല്ലോ, പാവല്, കപ്പ, വാഴ, ഇങ്ങനെ ഒരു സമ്മിശ്ര കൃഷി, അദ്ദേഹത്തിന് ആ ഒരു 7 ഏക്കറോളം ഉള്ള ആ ഒരു വീഡിയോ ഞാൻ ചെയ്ത് കണ്ടല്ലോ. അതിനകത്ത് നിന്ന് ഒരു ചോദ്യം ചേട്ടൻ ആൻസർ പറഞ്ഞു. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. അദ്ദേഹം ഈ വർഷം എത്ര ഇനം പച്ചക്കറികളാണ് അദ്ദേഹത്തിൻ്റെ ആ 7 ഏക്കറിൽ ചെയ്തിരിക്കുന്നത്? അത് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഞാൻ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ജൈവ കൃഷി നല്ല രീതിയിൽ എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. പുള്ളി മുമ്പ് ചെയ്തത് 96 കൂട്ടം കൃഷി, ഈ പ്രാവശ്യം ചെയ്ത 56 കൂട്ടം കൃഷിയാണ് ചെയ്തേക്കുന്നത്. ഈ പ്രാവശ്യം 56 കൂട്ടം. അത് ഞാൻ കാണാപ്പാടം പഠിച്ചിട്ടുണ്ടോ ഇത്? എത്ര ചേട്ടൻ ഈ പാവലും പച്ചക്കറികളും ഭയങ്കര ഇതാണ്. ഭയങ്കര സൗകര്യമില്ല, ഇപ്പൊ എല്ലാം ഏലമായി പോയിട്ടുണ്ട്. മുമ്പ് പാൽ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു പച്ചക്കറി കൃഷിയോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ചേട്ടനോട് ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 56 ഇനം വിളകളാണ് ഈ വർഷം കൃഷ്ണൻ ചേട്ടൻ ചെയ്തതൊക്കെ ശരിയാണ്. അപ്പോൾ എന്തായാലും ചേട്ടന് നല്ലൊരു ഗിഫ്റ്റ് നമുക്ക് നമ്മുടെ ഫാർമേഴ്സ് അഗ്രോ, അതായത് കുറഞ്ഞ വിലയ്ക്കൊക്കെ ഒരുപാട് വളങ്ങളും അല്ല അങ്ങനെയുള്ള ഐറ്റങ്ങളുണ്ടല്ലോ, വളങ്ങൾ, മരുന്ന്, കൃഷി മരുന്നുകളൊക്കെ വിൽക്കുന്നത് നമ്മുടെ രാജകുമാരി. അത് തന്നെ കടുക്കാസിറ്റിക്ക് പോകാറുണ്ടോ? പിന്നെ ഞാൻ അവിടെ നിന്ന് മേടിക്കാറുള്ളതാണ്, സ്ഥിരം കസ്റ്റമർ. അവരാണ് ഗിഫ്റ്റ് തന്നെ ഈ പ്രാവശ്യം തന്നിരിക്കുന്നത് ഇതെല്ലാം. എന്തായാലും അവർ തന്നിരിക്കുന്ന ഗിഫ്റ്റ് എന്താണെന്ന് അറിയില്ല, ഇതാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം എന്താണെന്നുള്ളത്. നമുക്കറിയാലോ നമ്മുടെ പ്രേക്ഷകർക്ക് ഫാർമേഴ്സ് അഗ്രോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് നമ്മളൊന്ന് കാണിക്കുക എന്താണ് ഐറ്റം എന്നുള്ളത്. എന്താണ് സംഭവം? ഒരു ടോണിക്. ഇതെന്താണ്? ഗ്ലോബൽ. ഓക്കെ, ഇത് നിക്സി. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത് നിക്സി എന്ന് പറഞ്ഞ ഒരു ഇറ്റാലിയൻ കമ്പനിയിലെ ഒരു പ്രൊഡക്റ്റാണ് ഇത്. കാൽസ്യം കേട്ടോ, കാൽസ്യം. ഇത് ഓക്കെ ഇതല്ലേ അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് 35% ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാൽസ്യം. അപ്പോൾ ഇത് വെയിറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ത്രാസി കൊണ്ട് ചേട്ടൻ വീട്ടിൽ തൂക്കി നോക്കിയോ? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ നല്ലതാണോ? എങ്ങനെയുണ്ട് വെയിറ്റ്? 1 കിലോ 800 ഗ്രാം മിച്ചമുണ്ട്. അപ്പോൾ അതായത് 35% ഇതിനകത്ത് കാൽഷ്യം അടങ്ങിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്, നിക്സിയുടെ. അപ്പോൾ ഇത് 200 ലിറ്ററിന് 200 മില്ലി ചേട്ടൻ ചേർത്തിട്ട്
ഫോളിയർ സ്പ്രേ ആയിട്ട് കൊടുക്കുക, ചെടിക്ക് വേണ്ട ഇത് തന്നെ കൊടുക്കണോ? തന്നെ കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രെഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് കാൽഷ്യം, അതായത് 1000 ലിറ്റർ വെള്ളത്തിനുള്ള ഒരു ഗിഫ്റ്റാണ് നമ്മുടെ ഫാർമേഴ്സ് അഗ്രോ ചേട്ടന് വേണ്ടിയിട്ട് തന്നിരിക്കുന്നത്. ഓ, ഫാർമേഴ്സ് അഗ്രോയ്ക്ക് വളരെ നന്ദി. ഇതില് എന്തായാലും ഉപയോഗിച്ച് നോക്കിയിട്ട് എന്താണെന്ന് നമ്മളെ അറിയിക്കുക. കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക, തരാം. താങ്ക് യു. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കർഷകരല്ലേ, അവരോട് കടുകട്ടിയായിട്ടുള്ള ചോദ്യം ചോദിക്കാൻ പാടില്ല. കിട്ടിയ അറിവൊന്നും നമുക്ക് മനസ്സിലാക്കിയാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എപ്പിസോഡ്. അപ്പോൾ എന്തായാലും സീല് പോലും പൊട്ടിക്കാത്തല്ലേ, കണ്ടോ? ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷമായില്ലേ? പിന്നെ സന്തോഷമായി, വളരെ സന്തോഷമായി. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് ഇനി തുടർന്നും വരിക. അപ്പോൾ കൂടുതൽ കർഷകർ ഇതിൽ വില്ലിംഗ് ആയി വരിക. നമുക്ക് നല്ല നല്ല ഞങ്ങളെപ്പോലെ ഉള്ള ആൾക്കാരെ അന്വേഷിച്ചതുകൊണ്ട് വളരെ നന്ദി ഡെന്നീസിനും അഗ്രോ ഫാർമേഴ്സിനും. അപ്പോൾ ഒരുപാട് നന്ദി. ഇപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ ഇനി ഇതിപ്പോൾ നമ്മൾ അറിയാവുന്ന ചേട്ടനാണ്. ഇനിയും നമുക്ക് 2 പേരോടെ ഇതുപോലെ വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് മനസ്സിലാവുമല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഇടയ്ക്ക് ആരുടെയെങ്കിലും ഒരു കൃഷി സ്ഥലത്തേക്ക് ഞാൻ കയറി വരത്തേ ഉള്ളൂ. നിങ്ങൾ സഹകരിക്കുക. ഇപ്പോൾ തുടക്കമാണ്. ഇനി ഇതിലും കൂടുതൽ പ്രൈസുകൾ അവർ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടിയ ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ നമുക്ക് തരും. നമ്മളിപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. നമുക്ക് നല്ലൊരു കൃഷിക്കാരനാവുക. നമുക്ക് അറിവുകളും കിട്ടട്ടെ. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു. അതുപോലെ ഒരുപാട് അറിവുകളും ചേട്ടൻ പറഞ്ഞു തന്നല്ലോ, അതും ഉപകാരപ്പെടട്ടെ. അപ്പം സി യു, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ചേട്ടാ. ഓക്കെ.